എന്താണ് ബില്ല്? എന്ത് ബില്ല്? എന്ത് ബില്ല്? അവിടെ വെച്ചിട്ട് പോയിക്കോ. എന്താ വേണ്ട പറയുന്ന ഈ? എന്ത് കാശ്? ഞാൻ കാശ് എടുത്ത് വെച്ചിരിക്കുകയാണ്, നീ ബില്ലോട്ട് വരുമ്പോ എടുത്തു തരാന്. എന്താ വേണ്ടതെന്നൊക്കെ പറയാത്. എന്താണ് പെയിന്റ് വാങ്ങിച്ചതിന് ബില്ലില്ലേ? അതവിടെ വെക്കി ഒരു ഭാഗത്ത്, എല്ലാം കൂടെ ഒന്നിച്ച് തന്നാൽ മതി. കഴിഞ്ഞോ പണി? കഴിഞ്ഞു തീർന്നോ? എന്നാ അത് പറഞ്ഞൂടെ നിനക്ക്? വർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞൂടെ? വാ തുറന്ന് പറഞ്ഞൂടെ വർക്ക് കഴിഞ്ഞു? ആ ലോലിത, ഈ ബില്ലൊന്നും ശരിയല്ലല്ലോ. നിങ്ങൾ തോന്നിയ പോലെ എഴുതിയിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇതാ എമൗണ്ട് ഒക്കെ ഇതവിടേക്ക് മാറ്റി എഴുതണം. സ്പെസിഫിക്കേഷൻ ഒക്കെ ഇതാ ഇവിടെ വേണം. നിങ്ങൾ തോന്നിയ പോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ബില്ല് പാസ്സാക്കാൻ പറ്റും? സാധാരണ ഇങ്ങനെയാണ് എഴുതാറുള്ളത്. സാധാരണ നിങ്ങൾ അങ്ങനെയാവും, പക്ഷെ ഇവിടെ അത് പറ്റില്ല. ഈ കാര്യത്തിൽ ഞാൻ വളരെ കർക്കശക്കാരനാണ്. മനസ്സിലാവുണ്ടോ പറയണത്? നേരേക്ക് കൊണ്ടുവരുമോ? എടുത്തിട്ട് പോ, നന്നായി ശരിയായി കൊണ്ടുപോവാ. ഇനി എന്ത് വേറെ? ഞാനോട് പറഞ്ഞത് കേൾക്കണോ ആദ്യം? പിന്നെ വർക്കൊക്കെ കഴിഞ്ഞാ? ചെക്ക് കിട്ടിയാ? ചെക്ക് കിട്ടിയില്ല. പുള്ളി ഭയങ്കര ചൂട്. അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് ഇവിടെ ക്യാഷ് എഴുതണ്ട ഇവിടെ ഇല്ലേ? ഇതൊക്കെ മതി, ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇതില് പ്രധാനപ്പെട്ട ഒരു പേപ്പർ വെച്ചിട്ടില്ല, അതാണ്. എല്ലാ പേപ്പറും ഉണ്ട്. ഞാനല്ലേ വെച്ചു. സർക്കാർ ഓഫീസിൽ ആദ്യമായിട്ടാണ് എഴുതാൻ വരണേ. അതാണ്. ഈ ചില എന്തുണ്ട് നോക്കിയേ? കീശല്ലൊന്നുമില്ല. ആ പേപ്പർ അവിടെ കാണും, നോക്ക്. ഇല്ലെന്നേ. എന്താ? ഇത് തന്നെ. ഇത് പെയിന്റ് വാങ്ങിയാൽ വെച്ച കാശ്. ചെക്ക് ഇന്ന് കിട്ടില്ലേ? അപ്പൊ പെയിന്റ് മേടിക്കാലോ. നീ പുറത്ത് വെയിറ്റ് ചെയ്യേ, ചെക്കായിട്ട് വരുന്നുണ്ടോ? ചില എന്താണ് ഇത് അവൻ ആദ്യം ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. എന്താ പോലെ വല്ലാണ്ടിരിക്കണ? എന്റെ വീടിന്റെ മുമ്പിലെ മതിലിടിഞ്ഞു വീണാ? എഴുതി എന്റെ ചെക്ക് മാറാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് പിയൂൺ എന്റെ കയ്യിൽ നിന്ന് 1000 രൂപ കൂടെ വാങ്ങിച്ചോണ്ട് സൂപ്രണ്ടിനെ കാണാൻ വേണ്ടി പോയിക്കാണ്. കൈക്കൂലായിരിക്കും. എന്റെ ഇത് കായ് അങ്ങോട്ട് വാങ്ങിയോ? എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട്. ചെക്ക് ഇത്രേ ഉള്ളൂ പണി. ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതൊന്നും നേരിട്ട് ചോദിക്കാൻ പാടില്ല. എന്തെങ്കിലും ഉപകാരം ചെയ്താൽ നിങ്ങൾ അറിഞ്ഞു തരണം. 10,000 രൂപയ്ക്കാണ് 1000 രൂപ വാങ്ങിച്ചോണ്ട്. ആകെ 100-300 രൂപയുടെ പെയിന്റിലിടോ ചെലവാക്കിയുള്ളൂ. കിട്ടിയത് ലാഭം. നിങ്ങൾ അറിഞ്ഞ് ചെയ്യണമെന്ന്. എന്ത്? ഒന്നുമില്ല. ഇത് ബസ്സിൽ അങ്ങോട്ട് പോകേണ്ട പൈസയാണ്. ബാങ്കിൽ നിന്ന് ചെക്ക് മാറിയിട്ട് പോടോ. അല്ല മോനെ, എന്തിനെ പിന്നെ എന്റെ ഇപ്പൊ കൈ വെച്ചോണ്ട് തോന്നി? എനിക്ക് അറിഞ്ഞൂടേക്കാ. അതിക്ക് എന്താണ് ഇപ്പൊ ഇതിന് മാത്രം ഇവിടെ എഴുതിയത്? ഇതൊക്കെ തന്നെ. ഇത് എഴുതിയതാ? അറിയിപ്പ് ഇല്ലേ? പണമോ പാരിതോഷികമോ ആവശ്യപ്പെടുന്നതും സ്വീകരിക്കുന്നതും കുറ്റകരമാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ താഴെ പറയുന്ന ഓഫീസിൽ അറിയിക്കണം. കൈക്കൂലി വാങ്ങരുത് എന്നുള്ള ഈ ബോർഡ് എഴുതി അൻ്റെന്നും ഒരു കൈക്കൂലി വാങ്ങിയോ? എന്റെ ഹമിക്കിങ്ങളെ, ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലടാ. വിളിക്ക ഈ നമ്പറിൽ 98465345. സാറേ, ഇത് ആന്റി കറപ്ഷൻ ബ്യൂറോ ഓഫീസല്ലേ? അതെ. സാറേ, ഇവിടെ ഈ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലത്തെ ഇവിടുത്തെ സൂപ്രണ്ട് സത്യശീലനും അവിടുത്തെ പിയൂണും ഭയങ്കരമായിട്ട് കൈക്കൂലി വാങ്ങുകയാണ് സാറേ. എന്തെങ്കിലും ഒരു നടപടി ഉടനെ തന്നെ എടുക്കണം. അതിനെന്താ നടപടി എടുക്കാമല്ലോ? പക്ഷെ ചെലവ് വരും.